എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ പരിശീലകനെ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ട് 2 ദിവസം തികയുന്നേയുള്ളൂ. എന്നാൽ എങ്ങനെയായിരിക്കും ഈ പരിശീലകൻ്റെ കളിശൈലി? ഇതാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ഇവാനെ പോലെ ഒരു പരിശീലകനായിരിക്കുമോ പുതിയ പരിശീലകനായ മൈക്കിൾ സ്റ്റാറെ? ഇതാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരിക്കുന്നത്. സ്വീഡൻ പരിശീലകനായ ഈ പരിശീലകൻ്റെ ഫോർമേഷൻ 3-4-3 ഫോർമേഷനാണ്. ഇവാൻ മുക്കമനോവിച്ചിൻ്റേതാകട്ടെ 4-4-2 ഫോർമേഷൻ. ഇവാൻ മുക്കമനോവിച്ച് ഡിഫൻസിലായിരുന്നു കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകനായ മൈക്കിൾ സ്റ്റാറയുടെ തന്ത്രമനുസരിച്ച് അദ്ദേഹം അറ്റാക്കിങ്ങിലാണ് കൂടുതൽ ശ്രദ്ധ നൽകുന്നത്. കൂടാതെ അദ്ദേഹം യുവതാരങ്ങൾക്ക് ധാരാളം അവസരം കൊടുക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കൂടാതെ മികച്ച ഫ്രീ കിക്കുകൾ അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ടീം എടുക്കുന്ന ഫ്രീ കിക്കുകളിൽ മിക്കതും ഗോളായി മാറാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകനിൽ നിന്നും അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങളിൽ നിന്നും അദ്ദേഹം പരിശീലിപ്പിച്ച ടീമുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന പ്രകാരം ഇവാൻ ഒത്തൊരു പകരക്കാരൻ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ പുതിയ പരിശീലകൻ എന്ന് തന്നെ പറയേണ്ടി വരും. ഈ പരിശീലകൻ മികച്ച രീതിയിലാണ് അദ്ദേഹം പരിശീലിപ്പിച്ച ക്ലബ്ബുകളെയൊക്കെ എത്തിച്ചിട്ടുള്ളത്. നിരവധി കിരീടങ്ങളും അദ്ദേഹം നേടിക്കൊടുത്തിട്ടുണ്ട് അദ്ദേഹം പരിശീലിപ്പിച്ച ടീമുകൾക്കായി. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് മികച്ചൊരു പരിശീലനം തന്നെയാണ് ഇവാൻ മുക്കമനോവിച്ചിൻ്റെ പകരക്കാരനായി കൊണ്ടുവന്നിട്ടുള്ളത്. ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ആഗ്രഹിച്ച പോലെ തന്നെ ഒരു പരിശീലകനെ കൊണ്ടുവന്നിരിക്കുന്നു. ചില ആരാധകർ പറയുന്നുണ്ട് ഇദ്ദേഹം മികച്ച പ്രകടനം നടത്തി ബ്ലാസ്റ്റേഴ്സിന് നേടിക്കൊടുക്കുമെന്നുള്ള കാര്യം. എന്നാൽ മറുവശത്തെ ആരാധകർ പറയുന്നത് അദ്ദേഹം ഇവാനൊത്ത പകരക്കാരനല്ല, അദ്ദേഹത്തിന് യാതൊന്നും ഇവിടെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം. എന്നാൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാർട്ട് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അദ്ദേഹം ഇവാൻ മുക്കമനോവിച്ചിന് ഒത്ത പകരക്കാരൻ തന്നെയാണ്. എന്തായാലും മികച്ച പ്രകടനം തന്നെ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പുറത്തെടുക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇതുവരെ ഒരു മേജർ ട്രോഫി പോലും ബ്ലാസ്റ്റേഴ്സിന് നേടാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ആദ്യ ISLലെയോ അല്ലെങ്കിൽ ഡൂറൻ കപ്പിലെയോ സൂപ്പർ കപ്പിലെയോ ഏതെങ്കിലും ഒരു കിരീടം ബ്ലാസ്റ്റേഴ്സിന് നേടാൻ പറ്റിയൊരു അവസരമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഇഷ്ട ഫോർമേഷൻ 3-4-3 ഫോർമേഷനാണ്. അറ്റാക്കിങ്ങിൽ 3 പേരെ കളിപ്പിച്ചുകൊണ്ടുള്ള ഒരു തന്ത്രമായിരിക്കും ഇദ്ദേഹം പുറത്തെടുക്കാൻ പോകുന്നതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. കൂടാതെ യുവതാരങ്ങൾക്കും ധാരാളം അവസരം കൊടുക്കുന്നത് ഇദ്ദേഹത്തിന് താല്പര്യമുള്ളൊരു കാര്യമാണെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഈ താരത്തെ ബ്ലാസ്റ്റേഴ്സിനെ എത്തിച്ചതുകൊണ്ട് തന്നെ ഗുണം അല്ലാതെ ദോഷമൊന്നും വരാനില്ല. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ കോച്ചിങ് എങ്ങനെയായിരിക്കും ബ്ലാസ്റ്റേഴ്സിനുള്ളിൽ എന്നതായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇപ്പോൾ കാത്തിരിക്കുന്നത്. എന്തായാലും ISL ഉദ്ഘാടന മത്സരം എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് തന്നെയായിരിക്കും ലഭിക്കുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ കഴിഞ്ഞ 10 ISL സീസണുകളിലും അങ്ങനെയായിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ മാറി വരുന്നുണ്ടെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് ഉദ്ഘാടന മത്സരം കളിക്കും. അത് ISLയുടെ ഒരു ചരിത്രം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ISL 11ാം സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സ് ആയിരിക്കും ഉദ്ഘാടന മത്സരം കളിക്കുക എന്ന് നമുക്കിപ്പോൾ ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും. ആരായിരിക്കും എതിരാളികൾ എന്നാണ് ഇനി അറിയേണ്ടത്. എന്തായാലും പുതിയ കോച്ചിൻ്റെ കീഴിൽ ബ്ലാസ്റ്റേഴ്സ് ആദ്യ മത്സരം തന്നെ വിജയത്തോടെ തുടങ്ങുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകൻ മികച്ച രീതിയിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ളത് ഉറപ്പാണ്. ഇനി ഇവാൻ മുക്കമനോവിച്ചിൻ്റെയും പുതിയ പരിശീലകൻ്റെയും സ്വഭാവത്തിലേക്കൊന്ന് വന്നാൽ രണ്ടുപേരും വ്യത്യസ്ത സ്വഭാവക്കാരാണെന്ന് നമുക്ക് പറയേണ്ടി വരും. ഇവാൻ മുക്കമനോവിച്ച് നല്ല ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു ഇവാൻ മുക്കമനോവിച്ചിൻ്റെ സഹതാരങ്ങളോട് ഇടപഴകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകനായ മൈക്കിൾ സ്റ്റാറെ എന്ന് പറയുന്ന ഈ പരിശീലകൻ ഇവാൻ മുക്കമനോവിച്ചിൻ്റെ സ്വഭാവമേ അല്ല അയാൾക്കുള്ളത്. കാരണം അദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് കളിക്കളത്തിൽ അദ്ദേഹത്തിന് തോന്നുന്ന രീതിയിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട രീതിയിൽ കളിച്ചില്ലെങ്കിൽ അദ്ദേഹം ധാരാളമായി ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവ പ്രകൃതിയാണ് അദ്ദേഹത്തിനുള്ളതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മികച്ച രീതിയിൽ കളിപ്പിക്കും. അതേ രീതിയിൽ താരങ്ങൾ കളിച്ചാൽ അദ്ദേഹത്തിൻ്റെ പ്രീതി പിടിച്ചു പറ്റാനും ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്ക് കഴിയുകയും ചെയ്യും. എന്തായാലും ഇത്രയും കർക്കശനായ ഒരു പരിശീലകനാണ് ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച പഠനത്തിലൂടെ തന്നെ മുന്നോട്ട് പോകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മൈക്കിൾ സ്റ്റാറെ എന്ന് പറയുന്ന ഈ സ്വീഡിഷ് പരിശീലകനിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ കിരീടം ചുംബിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ.